السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. قال ربنا إننا نخاف أن يفرط علينا أو أن يطغى قال لا تخافا إنني معكما أسمع وأرى فأتياه فقولا إنا رسولا ربك فأرسل معنا بني إسرائيل ولا تعذبهم قد جئناك بآية من ربك والسلام على من اتبع الهدى إنا قد أوحي إلينا أن العذاب على من كذب وتولى. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅ്വാ രംഗത്ത് മഹാനവറുകൾ ഫറോവയുടെ സമീപത്തേക്ക് അള്ളാഹു നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി മഹാനായ പ്രവാചകനും സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാമും പുറപ്പെടുന്ന സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിവരിച്ചു തരികയാണ്. ഇദ്ഹബ് അൻത വഅഖൂക ബിആയാതി വലാ തനിയാ ഫീ ദിക്രി. അല്ലാഹു മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഇദ്ഹബ് അൻത വഅഖൂക, നീയും നിന്റെ സഹോദരനും കൂടി പോവുക, ബി ആയാതി, എന്റെ ദൃഷ്ടാന്തങ്ങളുമായി. അള്ളാഹു ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്, ഇനിയും കൊടുക്കാനും പോകുന്നുണ്ട്. അതൊക്കെ മുഖേന നിങ്ങൾ രണ്ടുപേരും പോവുക. വലാ തനിയാ ഫീ ദിക്രി, നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും അമാന്തം കാണിക്കരുത്, തളർന്നു പോകരുത്. ഫീ ദിക്രി, എന്നെ ഓർക്കുന്ന കാര്യത്തിൽ, ദിക്റിന്റെ കാര്യത്തിൽ ഒരിക്കലും തളർച്ച വരരുത്. എന്നെ സ്മരിക്കുന്ന വിഷയത്തിൽ ഒരിക്കലും പിറകോട്ട് പോകരുത്, അമാന്തം കാണിക്കരുത് എന്ന് രണ്ടാളോടും അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചു, മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ ദുആയിൽ എനിക്കെന്റെ ഒരു സഹോദരനെ സഹായിയായി നിശ്ചയിച്ചു തരണേ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ മൂസാ നബി അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കൈ നുസബ്ബിഹക കസീറാ വനദ്കുറക കസീറാ, നിന്നെ ധാരാളമായി വാഴ്ത്തുവാനും അതുപോലെ തന്നെ നിന്നെ ധാരാളമായി ഓർക്കുവാനും വേണ്ടിയാണ് എന്ന്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് പ്രവാചകന്മാരെയും പറഞ്ഞേക്കുന്ന വേളയിൽ അവരോട് കൽപ്പിക്കുകയാണ്, പറയുകയാണ്, വലാ തനിയാ ഫീ ദിക്രി, വലാ തനിയാ ഫീ ദിക്രി, നിങ്ങൾ രണ്ടാളും എന്നെ സ്മരിക്കുന്ന കാര്യത്തിൽ പിറകോട്ട് പോകരുത്, അമാന്തം കാണിക്കരുത്. കാരണം അള്ളാഹുവിനോട് പറഞ്ഞതാണല്ലോ നിന്നെ ധാരാളമായി ഓർക്കാനും നിന്നെ വാഴ്ത്താനുമെന്ന്, അത് മറന്നു പോകരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ ദഅ്വാ രംഗത്ത്, പ്രബോധന രംഗത്ത് ശക്തിയോടെ പിടിച്ചു നിൽക്കാനുള്ള വീര്യമാണ് ദിക്ർ. ആ ദിക്ർ കൈവിട്ടു പോകരുത്, ആ ദിക്റിൽ കമ്മി വരരുത്, ആ ദിക്റിൽ തളർന്നു പോകരുത്. രണ്ടാളോടും പറയാണ്.
നമ്മൾ മനസ്സിലാക്കണം, ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് കരുത്താണ് ഏത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ദിക്റുകൾ നമുക്കത് ശക്തിയാണ്, നമുക്കത് പവറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ജീവിതത്തിന് കരുത്തു പകരുന്നത്, ധൈര്യം പകരുന്നത്. ഇസ്ലാമിക പ്രബോധന രംഗത്ത് ഫറോവയുടെ അടുത്ത് പതറാതെ പിടിച്ചു നിൽക്കാൻ രണ്ടാളോടും അല്ലാഹു കൽപ്പിക്കുന്നത്, എന്റെ സ്മരണയിൽ, എന്റെ ദിക്റിൽ നിങ്ങൾ തളർന്നു പോകരുത് എന്നാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത് വീണ്ടും ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ ധൈര്യസമേതം പിടിച്ചു നിൽക്കാനുള്ള നമ്മുടെ ആയുധവും കരുത്തുമാണ് നമ്മുടെ ദിക്റുകൾ എന്നത് മറന്നു പോകരുത്. വീണ്ടും വീണ്ടും അത് ആവർത്തിക്കേണ്ടി വരികയാണ്. പ്രഭാത പ്രദോഷത്തിലടക്കമുള്ള നൂറുകണക്കിന് ദിക്റുകൾ പഠിപ്പിക്കപ്പെട്ട ഒരു ഉത്തമ സമുദായത്തിലെ മെമ്പർമാരാണ് നമ്മൾ. പക്ഷെ ഇന്നും നമ്മുടെ ജീവിതത്തിൽ അത് കടന്നു വന്നിട്ടില്ല എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. മഹാന്മാരായ രണ്ട് പ്രവാചകന്മാരോട് പോലും അല്ലാഹു പറയുന്നത്, എന്റെ ദിക്റിൽ നിങ്ങൾ അമാന്തം കാണിക്കരുത്, ആ ദിക്റാണ് നിങ്ങളുടെ കരുത്ത് എന്നാണ്. ഏറ്റവും ധിക്കാരിയായ രാജാവിന്റെ മുമ്പിൽ പോയി അള്ളാഹുവിന്റെ ദീന് പറയാൻ ഇറങ്ങുന്ന അവരോട് റബ്ബിന്റെ വസിയത്താണ്, വലാ തനിയാ ഫീ ദിക്രി, എന്റെ ദിക്റിൽ നിങ്ങൾ തളർന്നു പോകരുത്, അമാന്തം കാണിക്കരുത്. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ, നിങ്ങൾ രണ്ടുപേരും ഫറോവയുടെ സമീപത്തേക്ക് ചെല്ലുക, പോവുക. ഇന്നഹു തഗാ, നിശ്ചയം അവൻ ധിക്കാരിയായവനാണ്, വല്ലാതെ അതിര് കവിഞ്ഞ ധിക്കാരിയാണവൻ, അവന്റെ സമീപത്തേക്ക് നിങ്ങൾ പോകണം. ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അതുപോലെ തന്നെ ഹാറൂൻ നബി അലൈഹിസ്സലാമും പറയുന്നുണ്ട്, ഖാലാ റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ. അവർ രണ്ടാളും പറയുകയാണ് അല്ലാഹുവിനോട്, ഇന്നനാ നഖാഫു അൻ യഫ്റുത അലൈനാ ഔ അൻ യത്ഗാ, ഞങ്ങൾക്ക് പേടിയുണ്ട് റബ്ബേ. ഇന്നനാ നഖാഫു, ഞങ്ങൾ രണ്ടാളും പേടിക്കുന്നു, അൻ യഫ്റുത അലൈനാ, അവൻ ഞങ്ങളുടെ മേൽ അതിര് കവിഞ്ഞ ശിക്ഷകളുമായി ചാടി വീഴുമോ എന്ന്. ഔ അൻ യത്ഗാ, അതല്ലെങ്കിൽ അവൻ ധിക്കാരം മുഴുത്തുകൊണ്ട് ഞങ്ങളോട് മറ്റേതെങ്കിലും നിലക്ക് ഇടപെടുമോ എന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, ലാ തഖാഫാ, നിങ്ങൾ രണ്ടാളും പേടിക്കേണ്ടതില്ല, നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടേണ്ടതില്ല. ഇന്നനീ മഅകുമാ അസ്മഉ വ അറാ, നിശ്ചയമായും നിങ്ങളുടെ കൂടെ ഞാനുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഭയപ്പെടേണ്ടതില്ല, നിശ്ചയമായും നിങ്ങളുടെ രണ്ടാളുടെയും കൂടെ ഞാനുണ്ട്. അസ്മഉ വ അറാ, ഞാൻ എല്ലാം കേട്ടുകൊണ്ടും എല്ലാം കണ്ടുകൊണ്ടും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അതുപോലെ നിങ്ങൾ ധൈര്യമായി പോയിക്കോ. സൂറത്തു ശുഅറായിൽ അല്ലാഹു ആ രംഗം പറയുന്നത്, ഖാല കല്ലാ ഫദ്ഹബാ ബിആയാതിനാ ഇന്നാ മഅകും മുസ്തമിഊൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി കൊണ്ട് നിങ്ങൾ രണ്ടാളും പോകുവീൻ, നിശ്ചയമായും നാം നിങ്ങളുടെ കൂടെ എല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നവനായി കൊണ്ടുണ്ട്, നിങ്ങളുടെ ഓരോ കാര്യങ്ങളും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഞാൻ കൂടെയുണ്ട്, അതുകൊണ്ട് ധൈര്യമായി പോകണം. ഇദ്ഹബാ ഇലാ ഫിർഔന ഇന്നഹു തഗാ, അവൻ കടുത്ത ധിക്കാരിയാണ്, രണ്ടാളും ഫിർഔനിന്റെ സമീപത്തേക്ക് പോകുവീൻ. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനാ ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, ധിക്കാരിയാണ് ഫറോവ, തെമ്മാടിയാണ്, സ്വേച്ഛാധികാരിയാണ്, ഏറ്റവും കടുത്ത രൂപത്തിലുള്ള പീഡനങ്ങളും ശിക്ഷകളും ഒക്കെ അഴിച്ചുവിടുന്നവനാണ്. എന്നാലും നിങ്ങൾ അവന്റെ മുമ്പിൽ പോയിട്ടും ദീന് പറയുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഫഖൂലാ ലഹു, നിങ്ങൾ രണ്ടാളും അവനോട് പറയണം, ഖൗലൻ ലയ്യിനാ, ഏറ്റവും മൃദുവായ വാക്ക് പറയണം, വളരെ മൃദുവായി സമീപിക്കണം. ഏറ്റവും നല്ല നിലക്ക്, മൃദുവായ നിലക്ക് നിങ്ങൾ അവനോട് സംസാരിക്കണം. കയർത്ത് സംസാരിക്കണ്ട, ദേഷ്യം പിടിക്കണ്ട, പരുഷമായ വാക്കുകൾ ഉപയോഗിക്കണ്ട, അവനെ ആക്ഷേപിക്കണ്ട, അവനെ ചീത്ത പറയണ്ട, അവന്റെ കാര്യങ്ങൾ ചോദ്യം ചെയ്യണ്ട. മറിച്ച് വളരെ നൈർമല്യത്തോ നിർമ്മലമായ വാക്കുകൾ, വളരെ പക്വമായ വാക്കുകൾ, വളരെയേറെ സമാധാനത്തോടുകൂടെയുള്ള വാക്കുകൾ
നിങ്ങൾ രണ്ടാളും അവനോട് പറയണം, ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ, അവൻ ഇപ്പോൾ നിലകൊള്ളുന്ന ആ പ്രത്യേകമായ ചുറ്റുപാടിൽ നിന്ന് ഒന്ന് മാറി ചിന്തിക്കാൻ നിങ്ങളുടെ ആ വാക്കുകൾ അവന് കാരണമായാലോ, അതല്ലെങ്കിൽ അവനൊന്ന് പടച്ചവനെ ഭയപ്പെടാൻ അവൻ ഒരു നിമിത്തം അതായി മാറിയാലോ. അതുകൊണ്ട് നിങ്ങൾ അവനോട് ഏറ്റവും നല്ല നിലക്ക് പോയി സംസാരിക്കണം. പരിശുദ്ധ ഖുർആൻ നമുക്ക് സുപരിചിതമായ സൂറത്തുൻ നാസിയാത്തിൽ പറഞ്ഞു, ഫഖുൽ ഹല്ലക ഇലാ അൻ തസക്കാ വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ. നീ പോയിട്ട് പറയണം, ഹല്ലക ഇലാ അൻ തസക്കാ, നിങ്ങൾക്ക് നന്നാകുവാനുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ. നിന്നെ ഞാൻ നന്നാക്കാനല്ല, നിങ്ങളെ ഞാൻ നന്നാക്കാനല്ല, നിങ്ങൾക്കൊന്ന് നന്നായിക്കൂടെ, നിങ്ങൾ തന്നെ നന്നാവണം. ആ രൂപത്തിലുള്ള വാക്ക് പറയാൻ, വഅഹ്ദിയക ഇലാ റബ്ബിക, താങ്കളുടെ രക്ഷിതാവിങ്കലേക്ക് ഞാൻ നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരാം. ഫതഖ്ശാ, അപ്പോൾ നിങ്ങൾക്ക് ഭയപ്പെടാൻ കഴിയും, പേടിയോടെ ജീവിക്കാൻ കഴിയും എന്നൊക്കെ പറയൂ എന്ന് അല്ലാഹു മൂസ നബി അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചു വിടുകയാണ്. ആ സമയത്തൊക്കെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിന്റെയും മനസ്സിൽ ഈ ഭീതി ഉണ്ടെങ്കിലും അല്ലാഹു തആല സമാധാനിപ്പിച്ചല്ലോ, പേടിക്കണ്ട, ഞാനുണ്ട് കൂടെ എന്നാ പറഞ്ഞത്. ഞാനുണ്ട് കൂടെ എന്നാ അല്ലാഹു പറയുന്നത്. എന്താണ് ഞാൻ നിങ്ങളുടെ രണ്ടാളുടെയും കൂടെയുണ്ട് എന്ന് പറഞ്ഞ മഅയ്യത്ത്? വിശുദ്ധ ഖുർആൻ പല കാര്യങ്ങളും പറയുമ്പോ അല്ലാഹു പലരുടെയും കൂടെയുണ്ട് എന്ന് പറയാറുണ്ട്. അങ്ങനെ കൂടെയുണ്ട് എന്ന് പറയുന്ന സന്ദർഭങ്ങളെ എടുത്തു പരിശോധിച്ചു നോക്കിയാൽ സഹോദരങ്ങളെ, 2-3 നിലക്ക് നമുക്ക് ആ സന്ദർഭങ്ങളെ കാണാൻ സാധിക്കും. ഒന്നാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ എല്ലാവരുടെയും കൂടെ അല്ലാഹു ഉണ്ട്. ആ പൊതുവായ നിലക്കുള്ള മഅയ്യത്താണ്. അതിൽ മുഅ്മിനെന്നോ കാഫിറെന്നോ ഫാസിഖെന്നോ വ്യത്യാസമൊന്നുമില്ല. വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ പിന്നെ നിരീശ്വരവാദിയെന്നോ ആരാവട്ടെ, മനുഷ്യനെന്നോ ജിന്നുകളെന്നോ ആരാവട്ടെ, ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും കൂടെ അല്ലാഹു ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ, വഹുവ മഅകും ഐനമാ കുൻതും വല്ലാഹു ബിമാ തഅമലൂന ബസീർ. അല്ലാഹു തആല ഒരിടത്ത് പറയുന്നുണ്ട്, സൂറത്തുൽ ഹദീദിലെ 4-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വഹുവ മഅകും, അവൻ നിങ്ങളുടെ കൂടെയുണ്ട്, അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും. വല്ലാഹു ബിമാ തഅമലൂന ബസീർ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം അല്ലാഹു കണ്ടറിയുന്നുണ്ട് എന്നൊരിടത്ത് അല്ലാഹു പറയുന്നു. ഇതേപോലെ സൂറത്തുൽ മുജാദലയിലെ 7-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, മാ യകൂനു മിൻ നജ്വാ സലാസ മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാ ഹുവ മഅഹും. അത് വളരെ ഗൗരവത്തോടെ അല്ലാഹു പഠിപ്പിച്ച മറ്റൊരു കാര്യമാണ്. മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ, നിങ്ങൾ 3 ആൾ കൂടിയിട്ടൊരു സ്വകാര്യ സംഭാഷണം നടത്തുന്നില്ല, ഇല്ലാ ഹുവ റാബിഉഹും, അവിടെ 4-ാമനായിട്ട് അല്ലാഹു ഉണ്ടായിട്ടല്ലാതെ. വലാ ഖംസത്തിൻ, നിങ്ങൾ 5 ആൾ കൂടിയിട്ടൊരു സ്വകാര്യ ഭാഷണം നടത്തുന്നില്ല, ഇല്ലാ ഹുവ സാദിസുഹും, അവിടെ 6-ാമനായിട്ട് അല്ലാഹു ഉണ്ടായിട്ടല്ലാതെ. വലാ അദ്നാ മിൻ ദാലിക, ഇനി അതിനേക്കാൾ കുറഞ്ഞ മെമ്പർമാരാണ് നിങ്ങൾ ഉള്ളതെങ്കിലും, വലാ അക്സറ, ഇനി അതിനേക്കാൾ മുകളിലോട്ടുള്ള എണ്ണത്തിലുള്ള ആളുകൾ നിങ്ങൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് സ്വകാര്യം കൂടിയാലും, ഇല്ലാ ഹുവ മഅഹും, അവരുടെ കൂടെ ഒക്കെ അല്ലാഹുണ്ട്. ഇതിപ്പോ അല്ലാഹു എല്ലാവരുടെയും കൂടെ ഉണ്ട് എന്ന് പറയുന്ന മഅയ്യത്താണ്. അല്ലാഹു എല്ലാവരുടെയും കൂടെ ഉണ്ട്. എന്താ അങ്ങനെ പറഞ്ഞാൽ? സർവശക്തനായ അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ നിന്ന്, കാഴ്ചയിൽ നിന്ന്, കേൾവിയിൽ നിന്ന്, നോട്ടത്തിൽ നിന്ന്, അറിവിൽ നിന്ന് മറഞ്ഞുകൊണ്ട് ലോകത്തൊരു ശക്തിക്കും ഒരു മൈക്രോ സെക്കൻഡ് നേരത്തേക്ക് പോലും പ്രവർത്തിക്കാനോ പറയാനോ ചെയ്യാനോ കഴിയില്ല. അല്ലാഹു എല്ലാവരുടെയും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു എല്ലാരെയും കാണുക, എല്ലാവരെയും അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നു. അല്ലാഹു എല്ലാവരെയും കേട്ടുകൊണ്ടിരിക്കുന്നു. അവൻ ഉറക്കമില്ല, മയക്കമില്ല, അവന് ക്ഷീണമില്ല, തളർച്ചയില്ല, എല്ലാം അവൻ കാണുന്നുണ്ട്. ഇത് ലോകത്ത് ആരെന്ന വ്യത്യാസമില്ല, എല്ലാവരുടെ കൂടെ അല്ലാഹുണ്ട്. അല്ലാഹു നമ്മളെങ്ങനെ സദാ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട്
അത് നമ്മുടെ മനസ്സിൽ അല്ലാഹ് എല്ലാവരുടെയും കൂടെ ഉണ്ട് എന്ന് പറയുന്നതിലൂടെ നമ്മുടെ മനസ്സിൽ കൂടുതൽ തഖ്വ നിലനിൽക്കാൻ വേണ്ടിയാണ്. കാരണം ആര് കാണുന്നില്ലെങ്കിലും അല്ലാഹു കാണുന്നല്ലോ, കേൾക്കുന്നല്ലോ, അറിയുന്നല്ലോ എന്ന ബോധമുണ്ടായി കഴിഞ്ഞാൽ മനുഷ്യൻ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കും. പാപം ചെയ്യാൻ മനുഷ്യന്റെ മനസ്സിന് ആശയുണ്ടാകുമ്പോൾ അവൻ ഓർക്കേണ്ടുന്ന ചില ആയത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒരായത്താണിത്. നിങ്ങൾ 3 ആളായാലും 2 ആളായാലും 1 ആളായാലും ആരായിരുന്നാലും വഹുവ മഅക്കും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞാൽ മനുഷ്യന് അല്ലാഹു ഇല്ലാത്തൊരു സ്ഥലത്ത് വെച്ച് എനിക്കൊരു തെറ്റ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ അത് നടക്കൂല. അല്ലാഹ് കാണാതെ കേൾക്കാതെ അറിയാതെ ഒന്നും സംഭവിക്കൂല. അതുകൊണ്ട് എല്ലാവരുടെയും കൂടെ റബ്ബുണ്ട്. അല്ലാഹ് ചോദിച്ചിട്ടുണ്ട് വിശുദ്ധ ഖുർആനിലൂടെ. നമ്മൾ നമ്മോട് ചോദിക്കേണ്ട ചോദ്യമാണ് അലം യഅലം ബി അന്നല്ലാഹ യറാ, അവൻ അറിഞ്ഞില്ലേ, അവൻ മനസ്സിലാക്കിയിട്ടില്ലേ, ബി അന്നല്ലാഹ യറാ, അല്ലാഹ് കാണുന്നുണ്ടെന്ന്, അല്ലാഹ് കാണുന്നുണ്ടെന്ന് അവൻ മനസ്സിലാക്കിയിട്ടില്ലയോ? അല്ലാഹ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഒരു തിന്മക്കൊരു മനുഷ്യന്റെ മനസ്സിൽ വാസന വന്നാൽ, ഒരാശ വന്നാൽ നമ്മളോട് ചോദിക്കേണ്ട ഒന്നാമത്തെ ചോദ്യമാണ്, നിനക്കറിയില്ലേ അല്ലാഹ് കാണുന്നു? നിനക്കറിയില്ലേ അല്ലാഹ് കേൾക്കുന്നു? നിനക്കറിയില്ലേ അല്ലാഹ് നിന്റെ കൂടെ ഉണ്ടെന്ന്? അതാണ് പൊതുവായ നിലക്ക് അല്ലാഹ് എല്ലാവരുടെയും കൂടെ ഉണ്ട്. അതിൽ കാഫിറും മുശ്രിക്കും മോമിനും ഒന്നും ഒഴിവില്ല. എല്ലാവരുടെ കൂടെയും അല്ലാഹുണ്ട്. എന്നാൽ വിശുദ്ധ ഖുർആൻ അല്ലാഹ് കൂടെയുണ്ട് എന്ന് പറയുന്ന മറ്റ് ചില സന്ദർഭങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണെന്ത്? മഅയ്യത്തുൻ ഖാസ്സ, പ്രത്യേകം അല്ലാഹ് ചിലരുടെ കൂടെ ഉണ്ട്. അല്ലാഹു പ്രത്യേകമായിട്ട് ചില ആൾക്കാരുടെ കൂടെ ഉണ്ട്. കമാ ഖാല തആല, അല്ലാഹു പറഞ്ഞതുപോലെ ഇന്നല്ലാഹ മഅല്ലദീന തഖൗ ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ, നിശ്ചയം അല്ലാഹു ഉണ്ട് ആരുടെ കൂടെ? മഅല്ലദീന തഖൗ, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളുടെ കൂടെ അല്ലാഹ് ഉണ്ട്. വല്ലദീന ഹും മുഹ്സിനൂൻ, സൽക്കാര്യങ്ങൾ ധാരാളമായി ചെയ്യുന്ന സച്ചരിതരായ സദ്വൃത്തരായ ആളുകളോടൊപ്പം അല്ലാഹു ഉണ്ട്, അവരുടെ കൂടെ അല്ലാഹ് ഉണ്ട് എന്ന് പറഞ്ഞാൽ, അതുപോലെ ഇന്നല്ലാഹ മഅസ് സാബിരീൻ, ക്ഷമാലുക്കളുടെ കൂടെ നിശ്ചയം അല്ലാഹു ഉണ്ട്. അവിടെയൊക്കെ പറയുന്ന മഅയ്യത്ത് ഒരു സ്പെഷ്യൽ മഅയ്യത്താണ്, ഒരു സ്പെഷ്യലായ അർത്ഥത്തിലാണ്. അതെന്താ? അത് എല്ലാവരുടെ കൂടെ അല്ലെങ്കിൽ തന്നെ അല്ലല്ലേ, പിന്നെന്താ ഇവരുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എന്റെ പ്രത്യേക പ്രൊട്ടക്ഷൻ ഉണ്ടാകും എന്നാണ്. പ്രത്യേകം മുത്തഖീങ്ങൾക്ക് അള്ളാന്റെ ഒരു കാവലുണ്ടാകും, ഒരു സഹായം ഉണ്ടാകും. അള്ളാഹ്ക്ക് അവരോട് പ്രത്യേകിച്ച് ഒരു മഹബത്ത് ഉണ്ടാകും. അള്ളാഹുവിന് അവരോടൊരു സ്നേഹമുണ്ടാകും. അതുകൊണ്ട് അവരുടെ കാര്യങ്ങളിലൊക്കെ റബ്ബ് ഇങ്ങനെ പവർ കൊടുക്കും, അവർക്ക് ഇങ്ങനെ ശക്തി പകർന്നു കൊടുക്കും, പ്രത്യേകം അവർക്ക് സ്പെഷ്യലായി സഹായം ചെയ്തു കൊടുക്കും. അതാണ് മുത്തഖീങ്ങളുടെ കൂടെ, മുഹ്സിനീങ്ങളുടെ കൂടെ അല്ലാഹ് ഉണ്ട് എന്ന് പറയുന്ന ആ മഅയ്യത്തിന്റെ ഉദ്ദേശം അതാണ്. ഇനി മൂന്നാമത്തെ മഅയ്യത്ത്, ചില പ്രത്യേക വ്യക്തികളെ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അതിൽപ്പെട്ടൊരു സന്ദർഭമാണിത്. അല്ലാഹു തആല മൂസാ നബിയോടും ഹാറൂൻ നബിയോടും ധൈര്യമായി പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്നാ മഅകുമാ, നിങ്ങളുടെ രണ്ടാളുടെയും കൂടെ ഞാനുണ്ട്, നിങ്ങളുടെ രണ്ടാളുടെയും കൂടെ ഞാനുണ്ട്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നെ സമുദ്രത്തിന്റെ തീരത്ത് വെച്ച് ശത്രുക്കൾ ആർത്തലച്ച് വരുന്ന സമയത്ത് നമ്മൾ പിടിക്കപ്പെട്ടല്ലോ എന്ന് സമൂഹമൊന്നാകെ ബേജാറായപ്പോ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്ന മഅിയ റബ്ബീ സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ സന്ദർഭം നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കാനുണ്ട്. സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന വേളയിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിരുവരും ഹിജ്റയുടെ വേളയിൽ ഗാർ സൗറിൽ ഒളിച്ചിരിക്കുന്ന വേളയിൽ അവരുടെ തലക്ക് അവരുടെ ജീവൻ റിവാർഡ് പ്രഖ്യാപിച്ചുകൊണ്ട് 100 ഒട്ടകം അവാർഡ് പ്രഖ്യാപിച്ച് അവരെ ജീവനോടെയോ അല്ലാതെയോ പിടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി ആർത്തലച്ച് വരുന്ന സൈന്യം ഗുഹാമുഖത്തിങ്ങനെ വന്ന് നിൽക്കുന്ന വേള, ഒന്ന് കുനിഞ്ഞ് ഗുഹയിലേക്ക് നോക്കിയാൽ രണ്ടാളെയും കാണും. ആ സമയത്ത് മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറഞ്ഞു, പ്രവാചകരെ എന്ത് ചെയ്യും, ഇതാ ശത്രു വന്ന് നിൽക്കുന്നു.
ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ് യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അന്നേരം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൂട്ടുകാരനാ അല്ലാഹു പറഞ്ഞത്, തന്റെ കൂട്ടുകാരനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ലാ തഹ്സൻ, ദുഃഖിക്കണ്ട, സങ്കടപ്പെടണ്ട, വ്യസനിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മുടെ കൂടെ ഉണ്ട്. എന്താണ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ? എല്ലാരുടെ കൂടെ അല്ലാഹ് ഉണ്ട് എന്ന് നമ്മൾ ആദ്യത്തെ ആയത്തിലൊക്കെ കേട്ടില്ലേ? ഏത് മുശ്രിക്കാണെങ്കിലും കാഫിറാണെങ്കിലും തെമ്മാടിയാണെങ്കിലും വ്യഭിചാരിയാണെങ്കിലും മദ്യപാനിയാണെങ്കിലും നിസ്കരിക്കുന്നവനാണെങ്കിലും ആരാണെങ്കിലും വഹുവ മഅക്കും ഐനമാ കുൻതും, ലോകത്തുള്ള എല്ലാവരോടുമായി അല്ലാഹ് പറഞ്ഞതാണ്, നിങ്ങൾ എവിടെ പോയി ഒളിച്ചാലും ശരി, എവിടെ ഏതൊരു സ്വകാര്യ കേന്ദ്രത്തിൽ നിങ്ങൾ പോയിട്ട് തെമ്മാടിത്തം ചെയ്യാൻ ഒരുങ്ങിയാലും ശരി, നിങ്ങളൊന്നും വിചാരിക്കുന്നത് പോലെയല്ല, വഹുവ മഅക്കും, നിങ്ങളുടെ കൂടെയുണ്ടവൻ, ഐനമാ കുൻതും, എവിടെയായിരുന്നാലും. പിന്നെന്താ അവിടെ? അപ്പൊ ഗുഹയിലും അല്ലാഹ് ഉണ്ടല്ലോ, അള്ളാഹു അവരെ കൂടെ ഉണ്ടല്ലോ, പിന്നെന്താ ഒരു സ്പെഷ്യൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹിന്റെ റസൂൽ ഒരു ധൈര്യം കൊടുക്കുന്നത്? ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. അഥവാ അബൂബക്കറെ ഒന്നുകൊണ്ട് പേടിക്കണ്ട, റബ്ബ് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവന്റെ പ്രൊട്ടക്ഷൻ, അവന്റെ കാവല്, അവന്റെ സംരക്ഷണം, അവൻ തരുന്ന ധൈര്യം, അവൻ തരുന്ന സഹായം, അവൻ തരുന്ന ശക്തിപ്പെടുത്തൽ എല്ലാം നമുക്കിവിടെ ഇതാ കിട്ടാൻ പോവുകയാണ്. പേടിക്കണ്ട. അങ്ങനെ അള്ളാന്റെ ഒരു മഅയ്യത്ത് കിട്ടാനാ നമ്മൾ ശ്രമിക്കേണ്ടത്. അള്ളാഹ് എല്ലാരെയും കൂടെ ഉണ്ട്, എല്ലാരെയും കൂടെ ഉണ്ട്, എല്ലാരെയും കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ മഅയ്യത്ത് പോരാ നമുക്ക് എന്നാണ്. നമുക്ക് അള്ളാഹിനോടുള്ള ആ മഅയ്യത്ത് പോരാ. മഅയ്യത്ത് എന്നുള്ള അറബിക്ക് പ്രയോഗം എന്താണ്? ഒപ്പമാവുക, ഒപ്പമാവുക, കൂടെയാവുക. നമ്മൾ അള്ളാഹിനോട് മൊത്തത്തിലുള്ള ഒരു കൂടെയാവൽ ഉണ്ടായാൽ പോരാ. അള്ളാഹു സ്പെഷ്യലായിട്ട് ചിലരുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. മുത്തഖീങ്ങളുടെ കൂടെയുണ്ട്, മുഹ്സിനീങ്ങളുടെ കൂടെയുണ്ട്, സ്വാബിരീങ്ങളുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ അല്ലാഹു തആല ഇങ്ങനെ പറഞ്ഞ ചില സൽഗുണങ്ങൾ പറഞ്ഞിട്ട് അവരുടെയൊക്കെ കൂടെ അല്ലാഹ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ മഅയ്യത്ത് നമുക്കൊക്കെ കിട്ടിക്കഴിഞ്ഞു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോഴേ നമുക്ക് ധൈര്യത്തോടെ പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോഴേ നമുക്ക് പേടിക്കണ്ടടാ, അല്ലാഹ് ഉണ്ട് നമുക്ക് എന്നൊക്കെയാണ് പറയുമ്പോഴും അത് കേൾക്കുമ്പോഴൊക്കെ ഒരു ധൈര്യം അങ്ങോട്ട് വരുന്നത് അപ്പോഴാണ്. അതിന് ആ ഗ്രൂപ്പില്ല, ഈ ഭാഗത്തിൽ പെടണം. അള്ളാഹുവിന്റെ പ്രത്യേകം തൗഫീഖ് നമുക്കെല്ലാം അതിന് ഉണ്ടാകുമാറാകട്ടെ. അപ്പൊ മഹാനായ മൂസ നബി അലൈഹിസ്സലാമിനോടും ഹാറൂൻ നബിയോടും അള്ളാഹു പറയാണ്, ഇന്നനീ മഅകുമാ അസ്മഉ വ അറാ, ഞാനെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ രണ്ടാളുടെയും കൂടെയുണ്ട് പോരെ. അവർ രണ്ടാളും അതിൽ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതേ, റബ്ബുണ്ട് നമ്മുടെ കൂടെ, അവൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ ആ വാക്ക് കേട്ടതിന്റെ ശേഷം പിന്നെ അവർക്ക് പേടിയില്ല, പിന്നെ അവർക്ക് സംശയമില്ല. അവർ രണ്ടാളും അല്ലാഹുവിന്റെ പ്രത്യേകമായ ആ കാവലിന്റെ പ്രത്യേകമായ ഓഫറും അത് നെഞ്ചേറ്റിക്കൊണ്ടവര് പുറപ്പെടുകയാണ്. മാത്രമല്ല, റബ്ബ് അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വനജ്അലു ലകുമാ സുൽത്താനാ ഫലാ യസിലൂന ഇലൈകുമാ, ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു പ്രത്യേക അധികാരം ഞാൻ തരുന്നുണ്ട്. നിങ്ങൾക്ക് രണ്ടാൾക്കും ഒരു പ്രത്യേക അധികാരം ഞാൻ തരുന്നുണ്ട്. എങ്ങനത്തെ അധികാരം? ഫിറഔന് നിങ്ങളെ തൊടാൻ കഴിയൂല. ഫലാ യസിലൂന ഇലൈകുമാ, നിങ്ങളുടെ അടുത്തേക്ക് അവർ ഒരു തിന്മ കൊണ്ടും നിങ്ങളെ പ്രാപിക്കാൻ അവർക്ക് കഴിയൂല. ആരുടെയും കരങ്ങൾ, ഒരു ശക്തിയുടെയും കൈ നിങ്ങളുടെ നേരെ പൊങ്ങൂല. അവരൊക്കെ വലിയ ആളുകളായിരിക്കാം, വലിയ അധികാരികളായിരിക്കാം. പക്ഷെ നിങ്ങൾ പറയുമ്പോ, നിങ്ങളാണ്ട് അള്ളാന്റെ വചനങ്ങളാണ്ട് ഓതിക്കൊടുത്താൻ കേൾപ്പിക്കുമ്പോ, എത്ര വലിയ വലിയ അധികാരിയാണെങ്കിലും ഒന്ന് കിടുങ്ങിപ്പോകാതിരിക്കൂല. നിങ്ങൾ നന്നായിട്ട് പോയിട്ട് സംസാരിക്കും. നന്നായി നിങ്ങൾ എന്നെ പോയി പരിചയപ്പെടുത്ത്, അള്ളാനെ പരിചയപ്പെടുത്ത് എന്നും പറഞ്ഞ് സർവധൈര്യവും പകർന്നുകൊണ്ട് മഹാന്മാരായ രണ്ട് പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറോവയുടെ സമീപത്തേക്ക് പറഞ്ഞേക്കുകയാണ്. എന്നിട്ട് പോകുമ്പോൾ അല്ലാഹു പറഞ്ഞു, ഫഅ്തിയാ, നിങ്ങൾ രണ്ടാളും അവന്റെ അടുക്കലേക്ക് പോകൂ. ഫഖൂലാ, എന്നിട്ട് നിങ്ങൾ രണ്ടാളും പറയണം, ഇന്നാ റസൂലാ റബ്ബിക്, ഞങ്ങൾ രണ്ടാളും നിന്റെ റബ്ബ് അയച്ച റസൂലുകളാണ്. നിന്റെ റബ്ബ് അയച്ച രണ്ട് റസൂലുകളാണ് ഞങ്ങൾ ഇരുവരും. ഫഅർസിൽ മഅനാ, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ അയച്ചു തരണം. ബനീ ഇസ്രായീൽ, ഇസ്രായേൽ മക്കളെ ഞങ്ങളുടെ കൂടെ വിട്ടുതരണം.
വലാ തുഅദ്ദിബുഹും, നീ അവരെ ഇനിയും ഇങ്ങനെ ശിക്ഷിക്കരുത്, നീ അവരെ ഇനിയും ഇങ്ങനെ പീഡിപ്പിക്കാതെ ദയവായി നീ ഞങ്ങളുടെ കൂടെ അവരെ പറഞ്ഞയച്ചു തരണം. ഖദ് ജഅനാക, ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത് ബിആയത്തിൻ മിർ റബ്ബിക, നിന്റെ റബ്ബ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ചില ദൃഷ്ടാന്തങ്ങളുമായി കൊണ്ടാണ്, തെളിവുമായി കൊണ്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. വസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ, തീർച്ചയായും ശാന്തിയും സമാധാനവും ഒക്കെ നേർമാർഗം പിൻപറ്റുന്നവരുടെ മേൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നീ അവരോട് പോയി പറയണം എന്ന് പറയാം. മാത്രമല്ല നീ അവരോട് പറയണം, നിങ്ങൾ അവരോട് പറയണം, ഇന്നാ ഖദ് ഊഹിയ ഇലൈനാ അന്നൽ അദാബ അലാ മൻ കദ്ദബ വതവല്ലാ, നിശ്ചയമായും ഞങ്ങളിലേക്ക് വഹീ നൽകപ്പെട്ടിരിക്കുന്നു. അന്നൽ അദാബ, നിശ്ചയമായും ശിക്ഷ, അലാ മൻ കദ്ദബ വതവല്ലാ, അള്ളാന്റെ ആയത്തുകളെ കളവാക്കിയവർക്കും അതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് സത്യത്തോട് പുറംതിരിഞ്ഞ് കുഫറിലേക്ക് തിരിഞ്ഞുപോയവർക്കുമാണ് അള്ളാഹുവിന്റെ ശിക്ഷ എന്ന് ഞങ്ങൾക്ക് വഹയവൻ തന്നിട്ടുണ്ട്, അത് ഞങ്ങൾ നിന്നെ അറിയിക്കുന്നു എന്നും നിങ്ങൾ അവനോട് പോയിട്ട് പറയണം. അപ്പൊ സത്യം വളരെ കൃത്യമായിട്ട് പറയണം തന്നെ അല്ലാഹു പറയുന്നത്. എന്തിനാ അങ്ങനെ പറയുന്നത്? ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഫറോവയുടെ സമീപത്തേക്ക് പോയപ്പോ അള്ളാഹു മൂസാ നബിയോടും ഹാറൂൻ നബിയോടും പറഞ്ഞല്ലോ, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, ഏറ്റവും മൃദുവായ വാക്ക് നിങ്ങൾ പോയിട്ട് പറയണം എന്ന് പറഞ്ഞപ്പോ ചിലരൊക്കെ വിചാരിച്ചത് അയാളെ സുഖിപ്പിക്കുന്ന വർത്താനം പറയണമെന്നാണ്. അങ്ങനെ ഇസ്ലാമിക ദഅവത്തിൽ ഒരു കാര്യമില്ല. പ്രബോധിതനെ സുഖിപ്പിച്ചിരുത്തുന്ന വർത്താനം പറയാ, അതല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം. എന്ന് പറഞ്ഞാല് അയാൾക്ക് വെറുപ്പുള്ളതൊന്നും പറയരുത്, അയാൾക്ക് ഇഷ്ടമുള്ളതൊന്നും പറയരുത് എന്നല്ല. ഗ്രൗണ്ട് സപ്പോർട്ട് കീപ്പ് ചെയ്ത് വേണം എപ്പോഴും സംസാരിക്കാനെന്നൊക്കെ ചില ട്രെയിനിങ് ക്ലാസ്സുകളിൽ ചില പ്രബോധകന്മാർ ചില പ്രബോധിത സമൂഹത്തെക്കുറിച്ച് സമൂഹത്തോട് പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാറുണ്ട്. ഗ്രൗണ്ട് സപ്പോർട്ട് എപ്പോഴും നിലനിർത്തണം. പ്രബോധിത സമൂഹത്തിന് വെറുപ്പുണ്ടാകുന്നതൊന്നും പറയരുത്. എന്താ വെറുപ്പുണ്ടാകുന്നതൊന്നും പറയരുത് എന്നാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്? അവരെ പ്രകോപിപ്പിക്കുന്നതൊന്നും പറയരുത് എന്നല്ല. പ്രകോപിപ്പിക്കാൻ ഏത് ശൈലിയിൽ ഒരു സമൂഹത്തോട് ഏറ്റവും മാന്യമായ ശൈലിയിൽ അവരുടെ അന്ധവിശ്വാസത്തെ ചോദ്യം ചെയ്താൽ പോലും ജനങ്ങൾ പ്രകോപിതരാവും ഉറപ്പാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോളം ഇസ്ലാമിക പ്രബോധനത്തിൽ വളരെ മൃദുവായി അള്ളാഹുവിന്റെ പ്രത്യേക കാവലോടെ ദഅവത്ത് നടത്തിയ ഒരു പ്രവാചകൻ വേറെ ആരാവുള്ളത്? ആരുമില്ല. പക്ഷെ എന്നിട്ടും അള്ളാന്റെ റസൂല് ആ സമൂഹത്തിന് രുചിക്കാത്ത ചില സത്യങ്ങൾ പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇതുവരെ അല്ലമീൻ എന്ന് പറഞ്ഞിരുന്ന അതേ നാവുകൾ കൊണ്ട് വിളിച്ചു മജ്നൂൻ, തലക്ക് വെളിവില്ലാത്ത ഭ്രാന്തൻ, മാനസിക രോഗി, കദ്ദാബ്, കള്ളൻ, നുണ പറയുന്നവൻ, സാഹിർ, മജീഷ്യൻ, മാരണക്കാരൻ, ജാലവിദ്യക്കാരൻ, കാഹിൻ, ജ്യോത്സ്യനാണ്, തട്ടിപ്പുകാരനാണ്, എന്തൊക്കെ പറഞ്ഞു. എന്തേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കിൽ വല്ല വിഷമമുണ്ടായിട്ട് അല്ല. അപ്പൊ ജനങ്ങൾ ഇളകലും പ്രകോപനം ഉണ്ടാകലൊക്കെ അവർക്ക് ഇഷ്ടമില്ലാത്തത് എന്ത് പറഞ്ഞാലും രുചിക്കും. പക്ഷേ പ്രബോധകന്റെ വാക്കുകൾ നന്നായിരിക്കണം എന്ന് പറഞ്ഞാൽ, വാക്കുകൾ നന്നാവുക എന്ന് പറഞ്ഞപ്പോ ഒരാളോട് അന്റെ തന്തനോട് പോയിട്ട് പറയാന്ന് പറയണതും നിന്റെ പിതാവിനോട് പോയിട്ട് പറയൂ എന്ന് പറയുന്നതും സംഗതി ഒന്നാണ്. ആദ്യത്തെ വാക്ക് കുഴപ്പമുണ്ടാക്കും, രണ്ടാമത്തെ വാക്ക് കുഴപ്പമുണ്ടാക്കൂല. ഒരാളോട് എന്റെ തന്ത എന്ന് പറയുന്നതും നിന്റെ പിതാവ് എന്ന് പറയുന്നതും കാര്യമൊന്നും. അപ്പൊ കാര്യം പറയണം, എന്നാൽ ശൈലി നന്നാക്കണം. ഇതാണ് ഇവിടെ ഏറ്റവും ധിക്കാരിയായ ഫറോവയുടെ സമീപത്തേക്ക് പറഞ്ഞയച്ചപ്പോൾ പോലും അല്ലാഹു പറയുന്നത് ഖൗലുൻ ലയ്യിൻ പറയണം. അവൻ ചിന്തിച്ചാലോ, അവൻ ഭയപ്പെട്ടാലോ. അപ്പൊ സത്യം പറയാതെ മൂടിവെക്കലല്ല, സത്യത്തെ ഒളിപ്പിച്ച് വെച്ച് പ്രബോധിതരെ സുഖിപ്പിക്കലല്ല. കാരണം ഇവിടെ നിങ്ങൾ കേട്ടില്ലേ, മൂസ നബിയോട് അല്ലാഹു തആല പറഞ്ഞ വാക്കെന്താണ്? വളരെ മൃദുവായി അവനെ സമീപിക്കണം. അത് പറഞ്ഞ റബ്ബ് തന്നെയാണ് പറയുന്നത്. അതേ, ഞങ്ങൾ നിന്റെ റബ്ബ് അയച്ച റസൂലുകളാണ് ഞങ്ങൾ. ആരോടാ പറയുന്നതെന്ന് ഓർക്കണം. അയാൾക്കിനി ചൂടാകാൻ വേറെ എന്തെങ്കിലും വാക്ക് വേണോ? മാലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി,
ഞാനല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അന റബ്ബുകുമുൽ അഅ്ലാ, ഞാനാണ് നിങ്ങളുടെ അത്യുന്നതനായ റബ്ബെന്ന് കൊട്ടിഘോഷിക്കുന്നവനോടാ പോയിട്ട് പറയുന്നത്, നിന്റെയും മേലെ ഒരു റബ്ബുണ്ട്, ആ റബ്ബയച്ച റസൂലുകളാണ് ഞങ്ങളെന്ന് അവന്റെ സമീപത്ത് പോയിട്ട് പറയണേ. അപ്പം മൃദുവായ വാക്ക് പറയണം എന്ന് പറഞ്ഞാൽ സത്യം പറയാതെ സുഖിപ്പിക്കണം എന്നല്ല, സത്യം പറയാതെ അവൻ ഇഷ്ടമുള്ളത് മാത്രം സംസാരിച്ച് സുഖിപ്പിച്ച് പോരണം എന്നല്ല, മറിച്ച് പറയാനുള്ളത് കൃത്യമായി പറയണം. പക്ഷേ ഉപയോഗിക്കുന്ന ഭാഷയും ശൈലിയും വളരെ നന്നായിരിക്കണം എന്നതാണ് ഇവിടെ മൂസ നബി അലൈഹിസ്സലാമിനോടും ഹാറൂൻ നബി അലൈഹിസ്സലാമിനോടും അല്ലാഹു പറയുന്നത്. അതുകൊണ്ടല്ലേ ആ ധിക്കാരിയോട് പോയിട്ടും പറയണേ, ഇന്നാ ഖദ് ഊഹിയ ഇലൈനാ, ഞങ്ങൾക്ക് വഹീ കിട്ടിയിട്ടുണ്ട്, അന്നൽ അദാബ അലാ മൻ കദ്ദബ വതവല്ല, കളവാക്കിയാൽ സത്യത്തോട് പുറംതിരിഞ്ഞാൽ അല്ലാഹുവിന്റെ കഠോരമായ ശിക്ഷയുണ്ടാകും, ആ വഹീയും കൊണ്ടാ ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് അവർ രണ്ടാളും പോയിട്ട് സംസാരിക്കുകയാണ്. മാത്രമല്ല മഹാനായ റബ്ബുൽ ആലമീൻ ഇവരോട് രണ്ടാളോടും പിന്നെയും പറഞ്ഞിട്ടുണ്ട്, ബിആയാതിനാ അൻതുമാ വമനിത്തബഅകുമുൽ ഗാലിബൂൻ. പോകുമ്പോ പിന്നെയും ധൈര്യം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ തന്നെ വിജയിക്കാം, നിങ്ങൾ തന്നെയായിരിക്കും, നിങ്ങൾ മാത്രല്ല നിങ്ങളെ പിൻപറ്റുന്നവരും വിജയിക്കും, അവസാന വിജയം നിങ്ങൾക്ക് തന്നെയായിരിക്കും. ഇതൊക്കെ മഹാന്മാരായ പ്രവാചകന്മാർക്ക് അള്ളാഹു വളരെ വീര്യം പകരുന്ന നിലക്ക്, ശക്തി പകരുന്ന നിലക്ക് അവർക്ക് നൽകിയിട്ടുള്ള ഉറപ്പുകളാണ്. മാത്രമല്ല മുമ്പേ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ, വസ്തനഅതുക ലിനഫ്സി, എന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് എന്ന് മൂസാ നബിയോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വസ്തനഅതുക ലിനഫ്സി, എന്റെ സ്വന്തം കാര്യത്തിന് എന്ന് പറഞ്ഞാൽ എന്റെ ഇസ്ലാമിക ദഅവത്ത് നിർവഹിക്കുക എന്ന ദൗത്യം നീ നിറവേറ്റാൻ വേണ്ടി നിന്നെ ഞാൻ സ്പെഷ്യലായി എന്ത് ചെയ്തിട്ടുണ്ട്, തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പണ്ടേ മൂസ നബി അലൈഹിസ്സലാമിനെ ആദ്യമായി സീനാ മലയിൽ വെച്ചുകൊണ്ട്, തൂർ സീനാ പർവ്വതത്തിൽ വെച്ചുകൊണ്ട് ആ വഹി നൽകിക്കൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുമുണ്ട്. ഈ വാക്കുകളുടെയൊക്കെ ധൈര്യത്തിൽ മഹാന്മാരായ രണ്ട് പ്രവാചകന്മാരും ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് നീങ്ങുകയാണ്. അല്ലാഹു അവരോട് പറഞ്ഞു, ഫഅതിയാ ഫിർഔൻ ഫഖൂലാ ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനിന്റെ റസൂലുകളാണ് ഞങ്ങളെന്ന് ഫിറഔന്റെ അടുത്തെത്തിയിട്ട് നിങ്ങൾ രണ്ടാളും പറയണം. പല സ്ഥലത്തുണ്ട് വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്, ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, അന റബ്ബുകുമുൽ അഅ്ലാ എന്ന് പറയുന്ന ആളുടെ മുമ്പ് പോയിട്ടും പറയേണ്ടത് എന്തെന്നാണ്, ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ, ഞങ്ങൾ റബ്ബുൽ ആലമീൻ അയച്ചിട്ടുള്ള സർവ്വലോകരുടെയും റബ്ബായ ഒരു റബ്ബുണ്ട്, ആ റബ്ബ് അയച്ച റസൂലുകളാണ് ഞങ്ങൾ എന്ന് പറയണം. അവർ രണ്ടാളും പോയിട്ട് അതന്നെ പറഞ്ഞു. ഫറോവയുടെ സമീപത്ത് പോയിട്ട് അല്പം പോലും പതറാതെ ധൈര്യത്തോടുകൂടി ആ കൊട്ടാരത്തിൽ കയറി ചെന്നിട്ട് പറഞ്ഞു, ഇന്നാ റസൂലു റബ്ബിൽ ആലമീൻ. അപ്പൊ ഫറോവ ഉടനെ ചോദിച്ചു, എന്താ ചോദിക്കാൻ നമുക്കറിയാം, റബ്ബ് അവനല്ലാതല്ല എന്നാണല്ലോ അവൻ ഇതുവരെ പറയുന്നത്. ഖാല ഫിർഔനു വമാ റബ്ബുൽ ആലമീൻ, ഫിർഔൻ ചോദിച്ചു, ആരായി റബ്ബുൽ ആലമീൻ? റബ്ബുൽ ആലമീനോ, ഞാനല്ലാത്ത റബ്ബോ? ആരാണ് ഈ ആലമീനിന്റെ സർവ്വലോകരുടെയും റബ്ബായ റബ്ബ് ആര്? മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പരിചയപ്പെടുത്തി കൊടുക്കാൻ തുടങ്ങി. ഖാല റബ്ബുസ് സമാവാതി വൽ അർദി വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. വളരെ കൃത്യമായിട്ട് സത്യം പറയും. ആരാ റബ്ബ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, റബ്ബുസ് സമാവാതി, ഈ കാണുന്ന ആകാശങ്ങളുടെ മുഴുവൻ റബ്ബ്, വൽ അർദി, ഭൂമിയുടെ മുഴുവൻ റബ്ബ്, വമാ ബൈനഹുമാ, ആകാശഭൂമികൾക്കിടയിൽ എന്തൊക്കെയുണ്ടോ അവയുടെ മുഴുവനും റബ്ബ്. ഇൻ കുൻതും മൂഖിനീൻ, നിങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നവരാണെങ്കിൽ പഠിച്ചോളൂ, അതാണ് റബ്ബെന്ന്. അതേ റബ്ബുള്ളൂ, അതാണ് ശരിക്കുള്ള റബ്ബ്. നിങ്ങൾ ദൃഢമായി വിശ്വസിക്കുന്നവരാണെങ്കിൽ ശരിക്കും മനസ്സിലാക്കിക്കോളൂ, അതാണ് റബ്ബ് എന്ന് വളരെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തും. അപ്പൊ ഇതങ്ങോട്ട് കേട്ടപാടെ ഫറോവ അവന്റെ കൂടെയുള്ളവരോട് പുച്ഛസ്വരത്തിൽ
നമ്മളെ സാധാരണ ഒരാൾ നമുക്ക് ഇഷ്ടമല്ലാത്ത കണ്ടില്ലേ പറയുന്നത്, കേട്ടില്ലേ, നിങ്ങളൊക്കെ കേട്ടില്ലേ എന്നുള്ള ഒരു പരിഹാസ സ്വരത്തിലുള്ള ഒരു സംസാരം. അതേപോലെ ഫറോവ പറയുകയാണ്, ഖാല ലിമൻ ഹൗലഹു അലാ തസ്തമിഊൻ. ഫിറഔൻ അവന്റെ ചുറ്റുഭാഗത്തുള്ള അവന്റെ ആളുകളോടും പട്ടാളക്കാരോടും അവന്റെ പരിചാരകന്മാരെയും ഒക്കെ നോക്കിയിട്ട് ചോദിച്ചു, അലാ തസ്തമിഊൻ, ഇവര് പറയുന്നത് നിങ്ങളൊക്കെ കേട്ടില്ലയോ? ഇത് പൊട്ടത്തരല്ലേ ഇവരൊക്കെ പറയുന്നത്, കേട്ടില്ലേ എന്ന് അവന്റെ ചുറ്റുമുള്ളവരോട് നോക്കിയിട്ട് ഒരു കമന്റ് പാസാക്കി. അതുപയോഗപ്പെടുത്തിയിട്ട് ഉടനെ മൂസാ നബി അലൈഹിസ്സലാം ഇതുവരെ ഫിറഔനോടാ സംസാരിച്ചത്, ഇപ്പൊ ഫറോവ ചുറ്റുമുള്ളവരോട് ചോദിച്ചില്ലേ? അപ്പൊ മൂസാ അലൈഹിസ്സലാം അവരിലേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, എന്നാ നിങ്ങളും മനസ്സിലാക്കിക്കോ, ഖാല റബ്ബുക്കും വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ. എന്താ നിങ്ങൾക്ക് വല്ല സംശയവുമുണ്ടോ? അതേ ആകാശഭൂമികളുടെയും അവക്കിടയിലുമുള്ള റബ്ബെന്ന് പറഞ്ഞാൽ റബ്ബുക്കും അവൻ നിങ്ങളുടെയും റബ്ബാണ്, വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ, നിങ്ങളുടെ പൂർവീകരായ ബാപ്പ ഉപ്പാപ്പമാരുടെ മുഴുവനും റബ്ബാണ്. ചുറ്റുഭാഗത്തുള്ളവരോട് ഫിറഔൻ പറയാൻ തുടങ്ങിയപ്പോ മൂസാ നബി ചുറ്റുഭാഗത്തുള്ളവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവരോടും പറഞ്ഞു, എന്താ സംശയം, നിങ്ങൾ ഈ റബ്ബാണ്, നിങ്ങളെ പൂർവീകരുടെ മുഴുവനും റബ്ബാണ്, എല്ലാവരുടെയും റബ്ബാണ്, സംശയിക്കാനൊന്നുമില്ല, ദൃഢമായി വിശ്വസിച്ചോളൂ, അത് മാത്രമേ റബ്ബുള്ളൂ, അതാണ് ശരിയുള്ളത്, അംഗീകരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഫറോവയുടെ പ്രതികരണം ആകാശഭൂമികളുടെ റബ്ബാണ് ഞാൻ എന്ന് അവനക്ക് പറയാൻ കഴിയുന്നില്ല. പിന്നെന്താ സാധാരണ പതിവ്? ഖാല ഇന്ന റസൂലകുമുല്ലദീ ഉർസില ഇലൈക്കും ലമജ്നൂൻ. ആളുകളോടൊക്കെ പറഞ്ഞു, തലക്ക് സുഖല്യ. അവൻ പറഞ്ഞു, ഇന്ന റസൂലകുമുല്ലദീ ഉർസില ഇലൈക്കും, നിങ്ങളിലേക്ക് അയക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള നിങ്ങളുടെ ഈ റസൂൽ ഉണ്ടല്ലോ, ലമജ്നൂൻ, അവൻ തനിച്ച ഭ്രാന്തൻ തന്നെയാണ്, ഭ്രാന്തനാണ്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം എനിക്ക് ഭ്രാന്തില്ലാന്നൊന്നും മറുപടി പറയുന്നില്ല, പിന്നെയും തൗഹീദ് പറയാൻ തുടങ്ങി. ഖാല റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹുമാ ഇൻ കുൻതും തഖിലൂൻ. അദ്ദേഹം വീണ്ടും തുടർന്നു. ഇതുവരെ പറഞ്ഞത് ആകാശഭൂമികളുടെ റബ്ബ് എന്നല്ലേ, ഇപ്പൊ പറയണം റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി, കിഴക്ക് അറിയില്ലേ, കിഴക്ക് ഭാഗത്തിന്റെ റബ്ബാണ്, സൂര്യൻ ഉദിക്കുന്ന സ്ഥാനം, സൂര്യൻ അസ്തമിക്കുന്ന പടിഞ്ഞാറ്, അതിന്റെയൊക്കെ റബ്ബാണ്, എല്ലാത്തിന്റെയും റബ്ബാണ്. വമാ ബൈനഹുമാ, അതിന്റെ ഇടയിൽ കിഴക്കും പടിഞ്ഞാറിന്റെ ഇടയിൽ എന്തൊക്കെ ഉണ്ടോ അതിന്റെയോ റബ്ബാണ്. ഇൻ കുൻതും തഅഖിലൂൻ, നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടോ, നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറുണ്ടോ എങ്കിൽ മനസ്സിലാക്കിക്കോ, റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹുമാ. അപ്പൊ പിന്നെ എന്തേ പറയാനുള്ളൂ, അല്ലാന്ന് പറയാൻ പറ്റുമോ? ഉത്തരം മുട്ടിയാ പിന്നെ സാധാരണ പുറത്തേക്ക് എടുക്കുക എന്താണ് അധികാരി വർഗം അല്ലെങ്കിൽ കെൽപ്പുള്ളവർ, കയ്യൂക്കുള്ളവൻ. പിന്നെ കാട്ടുനീതിയാണ് പറയാ. കാട്ടുനീതി എന്ന് പറഞ്ഞാൽ കയ്യൂക്കുള്ളവന് കാര്യക്കാരൻ, അതാണല്ലോ കാട്ടിലെ നീതി. ദുർബലന്മാര് ശിക്ഷ അനുഭവിക്കാൻ മാത്രമുള്ളവർ. അപ്പൊ അവൻ ഭീഷണിപ്പെടുത്തി, ഇനി വയലൊന്നും പറയണ്ട. ഖാല ലഇനിത്തഖദത ഇലാഹൻ ഗൈരി ലഅജ്അലന്നക മിനൽ മസ്ജൂനീൻ. മൂസാ ലഇനിത്തഖദത ഇലാഹൻ ഗൈരി, ഞാനല്ലാത്തൊരു ഇലാഹിനെ എങ്ങാനും സ്വീകരിച്ചാൽ, ഞാനല്ലാതെ റബ്ബും ഇലാഹും ഒക്കെ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെ സ്വീകരിച്ചാൽ ലഅജ്അലന്നക, നിന്നെ ഞാൻ ആക്കുക തന്നെ ചെയ്യും. അവലൗ ജിഅ്തുക, ഞാൻ നിന്നെ സമീപിച്ചിട്ടുള്ളത് ബിശൈഇൻ മുബീൻ, വ്യക്തമായ ചില കാര്യങ്ങൾ കൊണ്ടാണെങ്കിലോ, ഞാൻ ചില വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടാണ് നിന്റെ മുമ്പിൽ വന്നു നിൽക്കുന്നതെങ്കിലോ നിനക്ക് എന്ത് പറയാനുണ്ട്, കാണണോ എങ്കിൽ കാണിക്കാം. ആ സമയത്ത് ഫറോ പറഞ്ഞു, ഖാല ഫഅതി ബിഹി ഇൻ കുൻത മിനസ് സാദിഖീൻ, എന്നാ കൊണ്ടുവാ, ഇൻ കുൻത മിനസ് സാദിഖീൻ, നീ സത്യം പറയുന്നവനാണെങ്കിൽ കൊണ്ടുവാ എന്ന് പറയാണ്. ആ അവസരത്തിൽ അവൻ പിന്നെയും ചോദിക്കുന്നുണ്ട് അതിന്റെ ഇടക്ക്, ഫമർ റബ്ബുകുമാ യാ മൂസാ, മൂസാ നിങ്ങളുടെ രണ്ടാളുടെയും റബ്ബ് ആരാണ്? ആ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാം കൃത്യമായി പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് സൂറത്തു ത്വാഹയിലൂടെ. ആ രംഗം അല്ലാഹു വിശദീകരിച്ചിട്ടുമുണ്ട്. ഖാല റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഞങ്ങളുടെ റബ്ബ് എന്ന് പറയുന്നത്
അല്ലദീ അഅ്താ കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെതായ ഖൽഖ് നൽകിയവനാണ്. ഓരോ വസ്തുവിനെയും എങ്ങനെ സൃഷ്ടിക്കണോ അങ്ങനെ സൃഷ്ടിച്ചവനാണ്. സുമ്മ ഹദാ, എന്നിട്ടതിന് എങ്ങനെ മുന്നോട്ട് പോകണോ അതിനുള്ള മാർഗദർശനവും നൽകിയവനാണ്. ലോകത്തുള്ള എല്ലാ കോടാനുകോടി ജീവികൾക്ക് ഏത് സൃഷ്ടിയെ എങ്ങനെ സൃഷ്ടിക്കണം എന്നവൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ആവശ്യമായത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ മനുഷ്യരുണ്ട്, ജിന്നുകളുണ്ട്, മലക്കുകളുണ്ട്, ജന്തുജാലങ്ങളുണ്ട്, പക്ഷിപറവാദികളുണ്ട്, അതുപോലെ തന്നെ വൃക്ഷങ്ങളും സസ്യലതാദികളുമുണ്ട്. ഏതൊക്കെ സൃഷ്ടികളുണ്ടോ അവയുടെയൊക്കെ മുന്നോട്ടുള്ള ഗമനത്തിന് ആവശ്യമായതൊക്കെ വേണ്ട തോതിൽ നൽകിക്കൊണ്ട് സൃഷ്ടിപ്പ് പൂർത്തിയാക്കിയവനാണ് ഞങ്ങളുടെ റബ്ബ്. ഫിറൗന് മിണ്ടാട്ടല്ല, അതിനൊന്നും മറുപടി പറയാനും കണ്ണനും പറയാനും കഴിയണില്ല. അവ ഉത്തരം മുട്ടിയാ ചോദിക്കണ ഒരു ചോദ്യമുണ്ട്, എല്ലാ കാലത്തും ചോദിക്കണ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഫിറൗനും ചോദിക്കുകയാണ്. ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, അല്ല മൂസ, നീ ഇപ്പൊ പറയുന്നത് ഞങ്ങളെപ്പോലത്തെ ഈ സമ്പ്രദായങ്ങളും വിശ്വാസങ്ങളൊക്കെ വെച്ച് പുലർത്തുന്നവരൊക്കെ പിഴച്ചു എന്നല്ലേ? അവർക്കൊക്കെ കഠിനകഠോരമായ ശിക്ഷ കിട്ടും നരകത്തിൽ എന്നല്ലേ? എങ്കിൽ പിന്നെ മുമ്പ് കഴിഞ്ഞുപോയ ആൾക്കാരുടെയൊക്കെ സ്ഥിതി എന്താ? എല്ലാരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങളിപ്പോ ഈ പറയുന്നത് മാത്രം ശരി, നിങ്ങൾ കുറച്ച് ആൾക്കാർ പറയുന്നത് മാത്രം ശരി. അപ്പൊ ഈ കാക്കകാരണവന്മാരായിട്ട് ഒരുപാട് ആളുകൾ ഇന്ന് ഖബർ കിടക്കുന്നുണ്ടല്ലോ, അവരൊക്കെ സ്ഥിതി എന്താ? അവരൊക്കെ പേച്ചോരാ, അവരൊക്കെ നരകത്തിലാ, അവരൊക്കെ പേച്ചുപോയ മാർഗത്തിലും നിങ്ങൾ മാത്രം കുറച്ച് ആൾക്കാർ നല്ല കൂട്ടരുവാ. ഇതേത് കാലത്തും ഉത്തരം മുട്ടുമ്പോ തെളിവിന്റെ മുമ്പിൽ ഒന്നും പറയാനില്ലാത്തപ്പോ എടുത്ത് പയറ്റുന്ന ഒരായുധമാണ്. ഇത് ഫിറൗൻ അന്ന് തുടക്കം കുറിച്ചു, മൂസാ നബിയോട് പറഞ്ഞു. എങ്കിൽ ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, മുമ്പ് കഴിഞ്ഞു പോയല്ലോ ഞങ്ങളെപ്പോലത്തെ ഒരുപാട് വിശ്വാസക്കാര്, അവരൊക്കെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞ എന്താ മറുപടി കൊടുക്കേണ്ടത് എന്ന് അള്ളാഹ് അന്ന് മൂസാ നബിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതന്നെയാണ് ഇന്ന് നമ്മളോട് ആരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാലും നമ്മൾ മറുപടി പറയേണ്ടത്. എന്താ മൂസാ നബിയോട് ഫറോവ ഈ ചോദ്യം തൊടുത്തു വിട്ടപ്പോ എന്ത് പറയാനാ അള്ളാഹ് പറഞ്ഞത്? അവരൊക്കെ പേച്ചോരാന്ന് പറയാനാണോ? എന്ത് പറയാനാണ് അള്ളാഹു തആല ഏൽപ്പിച്ചത്? കേട്ടോളൂ. ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ്, ഖാല ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ് ലാ യദില്ലു റബ്ബി വലാ യൻസാ. ഖാല, മൂസാ അലൈഹിസ്സലാം പറഞ്ഞു, ഇൽമുഹാ, ആ മുമ്പ് കഴിഞ്ഞു പോയ തലമുറകളുടെയൊക്കെ കുറിച്ചുള്ള അറിവ് ഇൻദ റബ്ബി, എന്റെ റബ്ബിന്റെ അടുക്കലാണ്. ഫീ കിതാബിൻ, അതൊരു ഗ്രന്ഥത്തിൽ രേഖപ്പെട്ട് കിടക്കുകയാണ്. ലാ യദില്ലു റബ്ബി, എന്റെ റബ്ബ് പഴക്കൊന്നുമില്ല. വലാ യൻസാ, ഒരുപാട് കാലം കഴിഞ്ഞില്ലേ എന്ന് വിചാരിച്ച് അവരെ കുറിച്ച് എന്റെ റബ്ബൊട്ടും മറക്കൂല. എന്റെ റബ്ബിന് മറവില്ല, എന്റെ റബ്ബിന് പഴക്കൂല, എന്റെ റബ്ബ് തെറ്റിപ്പോകൂല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കിക്കോ. കഴിഞ്ഞു പോയ കാലത്തുള്ള ആളുകളുടെ ഒക്കെ തീരുമാനം അള്ളാഹ് എടുത്തിട്ടുണ്ട്, അത് അവന്റെ ഗ്രന്ഥത്തിലുണ്ട്. അത് പറയാൻ ഞങ്ങളാളല്ല, അത് അള്ളാഹ്ക്കറിയാം. കഴിഞ്ഞു പോയ കാലത്ത് ആരൊക്കെ സ്വർഗത്തിൽ പോകും, ആരൊക്കെ നരകത്തിൽ പോകും. ഞങ്ങൾ ആരും സ്വർഗത്തിൽക്കും നരകത്തിൽക്കും ടിക്കറ്റ് കൊടുക്കുന്ന ആൾക്കാരൊന്നും അല്ല. ഞങ്ങൾക്കുള്ള പണി അള്ളാഹ് ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യം നിങ്ങളോട് പറയുന്നു. മുൻഗാമികളുടെ കാര്യം എന്താന്ന് ചോദിച്ചാൽ, അവരെ പടച്ച റബ്ബ് അവരെ കുറിച്ച് ശരിക്ക് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ രേഖയിലൊന്നും പഴക്കൂല, ആ രേഖപ്പെടുത്തിയതൊന്നും അള്ളോട്ട് മറക്കൂല. അങ്ങനത്തെ റബ്ബാ ഞങ്ങളുടെ റബ്ബ്. അത് പറഞ്ഞതോടുകൂടി ആ ചോദ്യത്തിൽ നിന്ന് ഫറോവ കുതറി ഓടി. പിന്നെ മുണ്ടാട്ടല്ല, എന്താ പറയാ, ഒന്നും പറയാനില്ല. ആ സമയത്ത് വീണ്ടും വീണ്ടും ആരാ റബ്ബെന്ന് മൂസാ നബി ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. കണ്ട തൗഹീദ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലദീ ജഅല ലകുമുൽ അർദ മഹ്ദാ വസലക ലകും ഫീഹാ സുബുലാ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ്നാ ബിഹി അസ്വാജൻ മിൻ നബാതിൻ ശത്താ. ആരാണ് റബ്ബ്? നിങ്ങൾക്ക് ഭൂമിയെ തൊട്ടിലാക്കി തന്നവൻ, ഈ ഭൂമി താമസിക്കാൻ തക്ക നല്ല രൂപത്തിൽ സംവിധാനിച്ചു തന്നവനാണ് ആ റബ്ബ്. ഇവിടെ നിങ്ങൾക്ക് സഞ്ചരിക്കാനും ഓടാനും യാത്ര ചെയ്യാനും വാഹനങ്ങളിലൂടെ കുതിച്ചു പായാനും ഒക്കെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി, വഴികൾ ഏർപ്പെടുത്തി തന്നവനാണവൻ. ഉപരിഭാഗത്ത് നിന്ന് മഴ വർഷിപ്പിച്ച് തന്നവനാണവൻ. അത് കാരണമായിട്ട് ഇവിടെ ധാരാളക്കണക്കിന് വർഗങ്ങളിലുള്ള ചെടികൾ ഇവിടെ ഇങ്ങനെ അവൻ ഉൽപ്പാദിപ്പിക്കുകയാണ് ആ മഴവെള്ളം മുഖേന.
കുലു നിങ്ങൾ തിന്നോളൂ, വറഉ നിങ്ങളുടേതായ കാലികളെ നിങ്ങൾ മേയിച്ചോളൂ, വറഉ അൻആമക്കും നിങ്ങളുടെ കാലികളെ നിങ്ങൾ അതിൽ മേയിച്ചോളൂ. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിന്നുഹാ, ബുദ്ധിയും വിവേകവും തന്റെ ഇടവും ഒക്കെയുള്ള ആളുകൾക്ക് അതിലൊക്കെ തന്നെ ഏറ്റവും കൃത്യമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു മണ്ണിൽ നിന്നാണ് മിൻഹാ ഖലഖനാകും, നിങ്ങളെ സൃഷ്ടിച്ചത് ഞാൻ മണ്ണിൽ നിന്നാണ്, ആ ഭൂമിയിൽ നിന്നാണ്, മണ്ണിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വഫീഹാ നുഈദുകും, നിങ്ങളെ അതിലേക്ക് തന്നെയാണ് മടക്കപ്പെടുന്നത്. വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ, മറ്റൊരിക്കൽ നിങ്ങളെ അതിൽ നിന്നവൻ പുറത്തു കൊണ്ടുവരുന്നതും അതിൽ നിന്ന് തന്നെ. അങ്ങനത്തെ മണ്ണ് സൃഷ്ടിച്ച നാഥനാണ്, ആ ഭൂമിയുടെ ഉടമയാണ്. ആ റബ്ബിനറിയാം ഒരുപാട് കാലം കഴിഞ്ഞു പോയിട്ടുള്ള ആളുകളൊക്കെ ഈ ഭൂമിയിൽ നിന്നുണ്ടായവരും ഈ ഭൂമിയിൽ അടക്കം ചെയ്യപ്പെട്ടവരും ഈ ഭൂമിയിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കൊണ്ടുവരുന്നവരുമാണ്. അവരൊക്കെ കാര്യം അവനറിയാം, ഒന്നും ആരും ബേജാറാവണ്ട. അവരൊക്കെ എങ്ങനെയെന്ന് ആലോചിക്കണ്ട. എന്റെ കാര്യം എന്താന്ന് ഓർത്തോ, നിന്റെ കാര്യം എന്താന്ന് ചിന്തിക്ക്. ഓരോരുത്തരും അവരവരുടെ കാര്യം ആലോചിക്ക്. കഴിഞ്ഞുപോയവരെ കുറിച്ച് ബേജാറാവണ്ട, അത് കഴിഞ്ഞുപോയി. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത് ലഹാ മാ കസബത് വലകും മാ കസബതും, അതൊരു സമുദായം, അത് കഴിഞ്ഞുപോയി. ഖദ് ഖലത്, അത് കഴിഞ്ഞുപോയി, നിങ്ങളുടെ മുമ്പേ കഴിഞ്ഞുപോയി. ലഹാ മാ കസബത്, അവർക്ക് അവർ സമ്പാദിച്ചത് കിട്ടും. വലകും മാ കസബതും, നിങ്ങൾക്ക് നിങ്ങൾ സമ്പാദിച്ചതും കിട്ടും. നിങ്ങൾ എന്തിനാ അതാലോചിച്ച് ഇങ്ങനെ തലമുണ്ടാക്കി നേരം കളയുന്നത്? അവനവന്റെ ഖബർ നോക്ക്, അവനവന്റെ പരലോകം രക്ഷപ്പെടുത്ത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സന്ദേശം. അതിന്റെ ഇടയിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫിറഔൻ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? അലം നുറബ്ബിക ഫീനാ വലീദാ വലബിസ്ത ഫീനാ മിൻ ഉമരിക സിനീൻ വഫഅൽത ഫഅലതക അല്ലദീ وفعلت فعلتك التي فعلت وأنت من الكافرين. ഫിറഔൻ ചോദിക്കുന്നുണ്ട്, നീ കുട്ടിയായിരിക്കെ എന്റെ അടുക്കലല്ലേ വളർന്നത്? എന്തപ്പോ നീ ഇങ്ങനെയൊക്കെ വന്ന് പറയാൻ മാത്രം നീയായോ? നീ കുഞ്ഞായിരിക്കെ ഞങ്ങളല്ലേ നിന്നെ വളർത്തിയത്? വലബിസ്ത ഫീനാ മിൻ ഉമരിക സിനീൻ, നിന്റെ ആയുഷ്കാലത്തിൽ നിന്ന് നല്ലൊരു കൊല്ലങ്ങളോളമുള്ള കാലഘട്ടം നീ ഞങ്ങളുടെ കൂട്ടത്തിലല്ലേ താമസിച്ചത്? നീ കാഫിറുകളായിരിക്കെ, നീ കാഫിറുകളുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരിക്കെ നീ ചില ചെയ്തികളൊക്കെ ചെയ്തിട്ടല്ലേ രാജ്യം വിട്ടത് എന്നൊക്കെ പഴയ കാലത്തെ ചില സംഭവങ്ങളൊക്കെ കണ്ട് ഓർമ്മിപ്പിച്ചാല് മൂസ നബി അലൈഹിസ്സലാം പേടിച്ചരണ്ടിനി ഒന്നും മിണ്ടാതെ സ്ഥലം കാലിയാക്കുന്നാണ് ഫിറഔൻ കണക്ക് കൂട്ടിയത്. അതിനവൻ ചില കുതന്ത്രങ്ങളൊക്കെ പയറ്റാനാണ് ഈ വാചകങ്ങളൊക്കെ എടുത്തുദ്ധരിച്ചത്. അതിന് മൂസ അലൈഹിസ്സലാം കൊടുക്കുന്ന നല്ല കൃത്യമായ മറുപടിയുമുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ശേഷം വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരായ പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന മഹത്തായ പാഠങ്ങളെ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന എല്ലാവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം നൽകുമാറാകട്ടെ. നമ്മളിലുള്ള രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين. والسلام عليكم ورحمة الله وبركاته.